വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകും. ഇത്തരം സാഹചര്യം സൃഷ്ടിച്ചത് LDF ഭരണസമിതിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. നിലമ്പൂർ നഗരസഭാ ബോർഡ് യോഗത്തിലാണ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിലവിലെ സാഹചര്യം വിവരിച്ചത്. 2015-2020 കാലയളവിലെ UDF ഭരണസമിതിയുടെ കാലത്തും 2020-2025 LDF ഭരണസമിതിയുടെ കാലത്തും തയ്യാറാക്കിയ 2 DPRകളാണ് നിലവിലുള്ളത്. 13 കോടി രൂപ എസ്റ്റിമേറ്റിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനായി 6 ലക്ഷം രൂപ ചിലവഴിച്ച് DPRും തയ്യാറാക്കി. എന്നാൽ 2020 അധികാരത്തിൽ വന്ന LDF ഭരണസമിതി ഒരു DPR നിലനിൽക്കെ ഈ DPR എഞ്ചിനീയറുടെ കയ്യിൽ നിന്നും വാട്സാപ്പ് മുഖേന വാങ്ങി ചില മാറ്റങ്ങൾ വരുത്തി പുതിയ DPR തയ്യാറാക്കുകയാണ് ചെയ്തതെന്നും ബോർഡ് യോഗത്തിൽ വിമർശനമുയർന്നു. ഈ വിഷയം ചർച്ചയാകും മുൻപ് LDF അംഗങ്ങൾ മുഖം രക്ഷിക്കാൻ ബോർഡ് യോഗം ബഹിഷ്കരിച്ചുവെന്നും ഇതിന് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെട്ട ബഷീറാണ് ഇന്ന് ബോർഡ് യോഗത്തിൽ നിന്ന് ഒളിച്ചോടിയതെന്നും പത്മിനി ഗോപിനാഥ് ആരോപിച്ചു. ഉണ്ടാക്കിയ DPR ആ DPR അവിടെ ഇരിക്കെ അദ്ദേഹം പലതവണ ഈ നഗരസഭയിൽ കയറി ഇറങ്ങിയിട്ടും ആ DPRന് അതിന് തുടർ നടപടികൾക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാതെ അദ്ദേഹത്തെ സെക്രട്ടറിയുമായി എഗ്രിമെന്റ് വെച്ചതാണ്. 13/2/2020 വെച്ച എഗ്രിമെന്റ്. അതിനുശേഷം എന്ന ഭരണസമിതി അംഗങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഇവിടെ വന്നവരുടെ പഴയതെടുക്കണം എന്നാണ്, പുതിയതായി കൊണ്ടുവരുന്നല്ല. തുടർന്ന് നടക്കേണ്ടതിന് പകരം 4 വർഷം അതൊന്നും ചെയ്യാതെ മാറ്റിവെച്ചിട്ട് 4 വർഷത്തിന് ശേഷം ഇത് ചെറിയൊരു ഭേദഗതി വരുത്തി അദ്ദേഹത്തിന്റെ സിയാദിന്റെ DPR തന്നെ മറ്റൊരു ഏജൻസിയെ കൊണ്ട്, മറ്റൊരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെറിയ രീതിയിലുള്ള പൈസ കൊടുത്തു എന്നാണ് അവര് പറയണത്. ഞങ്ങൾ പറയണല്ല, അവര് പറയണത്. അതാണ് ഇപ്പോ ടൗൺ പ്ലാനർ എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് ആദ്യത്തെ DPR മോഷ്ടിക്കപ്പെട്ടതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് യാഥാർത്ഥ്യം എന്താണോ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ച് പരിശോധന നടത്തി ഏതാണോ അനുയോജ്യം, ഏതാണോ നഗരസഭയ്ക്ക് ലാഭകരം, ഏതാണോ എളുപ്പത്തിൽ ചെയ്യാവുന്നതുകൊണ്ടാണ് അവര് തുടർ നടപടി എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ ഇപ്പൊ മനസ്സിലാവിടെ നിലനിൽക്കില്ല, കാരണം സിയേത് കേസിന് പോകും. അയാളുടെ DPR ആണ്. അയാളുടെ DPR ഒരു പ്രൊഫഷണൽ എത്തിക്സ് കാണിക്കാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാനും അത് ഏറ്റുവാങ്ങിയത് ആരാണ്? ഈ സിയാദിന്റെ അടുത്തുനിന്ന് DPR സ്വന്തം വാട്സപ്പിലേക്ക് വാങ്ങിയത് കൗൺസിലർ ബഷീറാണ്. ആ ബഷീറാണ് മറ്റൊരു ഏജൻസിയെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതിൽ ചെറിയ ഭേദഗതി വരുത്തി തന്നാൽ മതി എന്ന് മാത്രമാണ് അവരോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ നിൽക്കും, പിന്നെ തടസ്സപ്പെടും, അതോടെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും വിളിച്ചിരുത്തി. ഇനി അല്ല ഞങ്ങൾ വിശ്വാസം തെറ്റാണെങ്കിൽ ഇപ്പൊ പുതിയ ഏജൻസി DPR വന്ന ആർക്കിടെക്റ്റും പഴയ DPR തന്ന സിയാദും രണ്ടുപേരും ഇരുന്ന് ആരാണ് പറഞ്ഞത് ശരി, ആര് പറഞ്ഞത് തെറ്റ്, ഏതാണ് സാങ്കേതികമായി നഗരസഭയ്ക്ക് അനുയോജ്യമായതും നിയമപരമായി നിലനിൽക്കുന്നതുമായത്, അതുപോലെ ഞാൻ പറയണല്ലോ, അത് എടുക്കാനാണ് ഞങ്ങൾ തീരുമാനം. ഇതിൽ പക്ഷാഭേദോ അല്ലെങ്കിൽ പിന്നെ ഒരു വാശിയൊന്നുമില്ല. ഞങ്ങളുടെ ആവശ്യം ഒരു നൂലാമാലകളും ഇല്ലാതെ നിലമ്പൂർ നഗരസഭയിലെ ചന്തക്കുന്ന് പ്രദേശത്ത് ബസ് സ്റ്റാൻഡ് വരികയാണ്. അതിന് വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തടഞ്ഞു നിർത്താനൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല. ആ ഒരു പേടിയാണ്, യാതൊരു സംശയവും ഇല്ല. ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നതിന്റെ മുമ്പേ സ്ഥലം വിടുക എന്ന് മാത്രമാണ് അവർ ഉദ്ദേശിച്ചത്. ഒളിച്ചോടുക, അത്രേ ഉള്ളൂ. പിന്നെ ഒന്നും അങ്ങോട്ട് വെക്കേണ്ടാവില്ല, തർക്കമില്ലാത്ത കാര്യം. അറിഞ്ഞുകൊണ്ട്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. മറ്റൊരാളുടെ DPR മോഷ്ടിച്ച് അപ്പുറത്ത് കൊടുക്കുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാ. UDF ഭരണസമിതിയുടെ കാലത്ത് 13 കോടിക്കാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിരുന്നുവെങ്കിൽ LDF ഭരണസമിതി അത് 20 കോടിയാക്കി എന്ന് മാത്രമല്ല, UDF ഭരണസമിതിയുടെ കാലത്ത് തയ്യാറാക്കിയ DPRൽ നിന്നും സൗകര്യങ്ങൾ കുറച്ചാണ് പുതിയ DPR തയ്യാറാക്കിയത്. DPR വകയിൽ 60% തുകയായ 16 ലക്ഷം രൂപ നൽകുകയും ചെയ്തു. ആദ്യം DPR തയ്യാറാക്കി നൽകിയ എഞ്ചിനീയർ പരാതി നൽകിയ സാഹചര്യത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്നും അനുമതി ലഭിക്കാൻ വൈകും. ഈ സാഹചര്യത്തിൽ DPR തയ്യാറാക്കിയ 2 എഞ്ചിനീയർമാരെയും കൗൺസിൽ യോഗത്തിലേക്ക് വിളിച്ചുവരുത്തി ഇവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാനാണ് ബോർഡ് യോഗത്തിലെ തീരുമാനം. ബസ് സ്റ്റാൻഡ് നിർമ്മാണം കാലതാമസമില്ലാതെ തുടങ്ങുകയാണ് ലക്ഷ്യമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. വിഷൻ നിലമ്പൂർ. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ,
ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.